നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി ഇന്ന് എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ഓപ്പണിംഗ് ശ്രദ്ധിക്കുക. ഫിൻ നിഫ്റ്റിയുടെ ഓപ്പണിംഗ് റെസിസ്റ്റൻസ് ഏരിയയിലായിരുന്നു. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്ന റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഓപ്പണിംഗ്. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് 22,885 ആ ഒരു സപ്പോർട്ട് ലെവലാണ് അവസാനത്തെ ഒരു സെക്ഷൻ ഹോൾഡ് ചെയ്ത് നിലനിർത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം നൽകിയിരിക്കുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസിന്റെ ഇടയിലായിരുന്നു ഫിൻ നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. ഒരു ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായാലും ഏതാണ് റൈറ്റ് സപ്പോർട്ട് എന്ന് നോക്കാം. നിഫ്റ്റിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 24,600 മുകളിലാണ് ഇനി റെസിസ്റ്റൻസ്. നമ്മൾ 24,340 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ അടുത്തൊരു ടാർഗറ്റ് 24,600 സൂചിപ്പിച്ചിരുന്നു. ഇനി 600 മുകളിൽ കുറച്ച് സ്ട്രോങ് റെസിസ്റ്റൻസ് ആണെന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ഇനി 600 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇനി 800 അടുത്താണ് സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ലെവൽ വരുന്നത്. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് 600 മുകളിൽ, അതിന് ശേഷം സപ്പോർട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയാണ്. വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 24,595, 570 ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിന്റെ ഉള്ളിലാണെങ്കിൽ ഈ റേഞ്ചിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 595 മുകളിലേക്ക് ബ്രേക്ക് ചെയ്താൽ ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 570 താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ വീക്ക്നെസ് ആണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. 24,570 താഴെയാണ്. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 540 അടുത്തൊരു സപ്പോർട്ട്. 540 ബ്രേക്ക് ചെയ്താൽ അടുത്തൊരു സപ്പോർട്ട് 514 അതിനുശേഷം നിഫ്റ്റിയിലെ അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 470 സപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം 435, 420. നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ടുകൾ അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. ഹയർ ലെവലിലേക്ക് ആണെങ്കിൽ 655 റെസിസ്റ്റൻസ് ആണ്. 600 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത 655 റെസിസ്റ്റൻസ് ഉണ്ട്. 675 സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. അതിനുശേഷം വേറെ റെസിസ്റ്റൻസുകൾ നൽകിയിട്ടില്ല. ഈ റെസിസ്റ്റൻസിന്റെ മുകളിൽ ബൈ എന്ന് പറയുന്ന രീതിയിൽ തന്നെ നിലനിൽക്കാനായിട്ട് ശ്രമിക്കുക. തിരിച്ച് റിവേഴ്സായാൽ മാത്രമാണ് നെഗറ്റീവ് സെന്റിമെന്റിൽ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. അതിനുശേഷം ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്, പ്രോഫിറ്റ് ബുക്കിങ്ങിന് സാധ്യതയുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിഫ്റ്റിനെ മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം, ഫിൻ നിഫ്റ്റിയിലും ഇന്നത്തെ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കാം. ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ 22,990 റെസിസ്റ്റൻസ് ആണ്. 990 മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി ചെറിയ ടൈം ഫ്രെയിൽ വലിയ ടൈം ഫ്രെയിൽ കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 23,66 അടുത്ത റെസിസ്റ്റൻസ്. അതിനുശേഷം 23,140, 160 ഇത് സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. അതിനുശേഷം ആയാലും ലോവർ ലെവൽ നമുക്ക് നോക്കാം. ലോവർ ലെവലാണെങ്കിൽ 22,888 ആണ് സപ്പോർട്ട് വരുന്നത്. ഇതിൻ്റെ ഒരു താഴെയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അടുത്ത നല്ല സപ്പോർട്ട് വരുന്നത് 22,720 അടുത്താണ്. ഈ ഒരു ലെവല് വിട്ടാൽ ഈ ലെവലാണ് ഞാൻ അടുത്തൊരു നല്ലൊരു സപ്പോർട്ട് കാണുന്നത്. ഇപ്പോൾ ഫിൻ നിഫ്റ്റിയിലായാലും ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നിലനിൽക്കാനായിട്ട് സാധിക്കും. ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ ഇന്നത്തെ സിറ്റുവേഷൻ ആയാലും ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് വരുന്ന റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആയിരുന്നു. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആണ്. അടുത്തൊരു സപ്പോർട്ട് കുറച്ച് താഴെയാണ് നൽകിയിരുന്നത്, 50,275. വോളറ്റൈലായിരുന്നു. എക്സാക്റ്റ് ആയിട്ട് അടുത്തൊരു സപ്പോർട്ട് വരെ എക്സാക്റ്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ഈ ഒരു സപ്പോർട്ടിൽ നിന്ന് ഒരു ബൗൺസും മാർക്കറ്റിൽ കിട്ടിയിരുന്നു. വരും ദിവസങ്ങളിലെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റി സിറ്റുവേഷൻ ആണെങ്കിൽ 50,450 റെസിസ്റ്റൻസ്. 450 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ സസ്റ്റെയിൻ ചെയ്ത ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. 50,575 റെസിസ്റ്റൻസ് ഉണ്ട്. ഹയർ ലെവൽ റെസിസ്റ്റൻസുകൾ ഉണ്ട്. ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു താഴെയാണ്. ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാൻ 50,330 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. 50,280 സപ്പോർട്ട്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്ത സ്ട്രോങ് ആണ്. ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 50,540, 575 ലെവൽ ടെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്. ഈ ഒരു സപ്പോർട്ട് താഴെ ഓപ്പൺ ചെയ്തതിനു ശേഷം ചെറിയ ടൈം ഫ്രെയിലെ ലോ ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. 50,280, 49,955 ഇതാണ് രണ്ട് സപ്പോർട്ടുകൾ വരുന്നത്. ഇതനുസരിച്ച് മാനേജ് ചെയ്യുക. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസത്തെ അപ്ഡേറ്റ് വീണ്ടും കാണാം. താങ്ക് യു.